ഹായ് എവരി വൺ, വെൽക്കം ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം: ഇപ്പോൾ രാജുവിന് 18 വയസ്സും രാധയ്ക്ക് 12 വയസ്സും ഉണ്ട്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവരുടെ വയസ്സുകളുടെ തുക 40 ആകും? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ രാജുവിന് 18 വയസ്സുണ്ട് അല്ലേ, രാധയ്ക്ക് 12 വയസ്സുണ്ട്. അപ്പോൾ അവരുടെ ആകെ തുക നമുക്ക് അതിനെ കാണാം. 18 + 12 രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 8 2 10 30 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ് തന്നിരിക്കുന്നത്? എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവരുടെ വയസ്സുകളുടെ തുക 40 ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി 40 ആവാനായിട്ട്, ഈ 30 എന്നുള്ളത് 40 ആവാനായിട്ട് എത്ര ആഡ് ചെയ്യണം? 10 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 40 മാറും. തുക എന്ന് പറയുന്നത് 40 മാറും. അപ്പോൾ 2 പേർക്കും കൂടിയിട്ട് 10 വയസ്സാകാനായിട്ട് ഇനി എത്ര വർഷം മതി? 5 വർഷം മതി അല്ലേ? അതായത് 5 × 2 ആണ് 10. ഓക്കെ, അപ്പോൾ 2 പേർക്കും കൂടിയിട്ട് ഇനി 5 വർഷം കഴിഞ്ഞാലാണ് അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 40 മാറുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സമാന ബന്ധം കണ്ടെത്തുക. ഡക്സ്, ക്വാക്ക് എന്ന് തന്നിട്ടുണ്ട്, ഹോഴ്സസിന് ഡാഷ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം ഡക്സ് എന്ന് പറയുന്നത് അത് പുറപ്പെടുവിക്കുന്ന ശബ്ദം ക്വാക്ക് എന്നാണ്. ക്വാക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഹോഴ്സ് പുറപ്പെടുവിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് നൈ എന്നാണ്. NEIGH, നൈ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടിയും ഈ കോഡിങ്ങും ഡീകോഡിങ്ങും ഒക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ എല്ലാം പരിചയപ്പെടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്ലസ് ഇസ് ഈക്വൽ ടു ഡിവിഷൻ, ഡിവിഷൻ ഇസ് ഈക്വൽ ടു ഇൻറ്റു, ഇൻറ്റു ഇസ് ഈക്വൽ ടു മൈനസ്, മൈനസ് ഇസ് ഈക്വൽ ടു പ്ലസ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് കാണണം. നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. 18 ഹരിക്കണം, ഹരിക്കണം എന്ന് പറയുമ്പോൾ ഹരണത്തിന് ഈക്വലായിട്ട് ഇൻറ്റു ആണ് തന്നിരിക്കുന്നത്. 4. നെക്സ്റ്റ് പ്ലസ് ആണ്, പ്ലസ്സിന് പകരം ഹരണം തന്നിട്ടുണ്ട്. 2. നെക്സ്റ്റ് ഇൻറ്റു ആണ്, ഇൻറ്റുവിന് പകരം മൈനസ് ആണെന്ന് തന്നിട്ടുണ്ട്. 18 മൈനസിന് പകരം പ്ലസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കാണാം? ബോർഡ് മാസ് എന്ന് പറയുന്ന റൂൾ വെച്ചിട്ട് ചെയ്യാം അല്ലേ? ബോർഡ് മാസ് വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 4 / 2 ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 18 ഇൻറ്റു 4/2 എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് 18 + 4. ഇനി ബോർഡ് മാസ് വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യണം. 18 × 2 എത്രയാണ്? 36, മൈനസ് 18 + 4. ഇനി നമുക്കിത് ചെയ്യാമല്ലോ. 36-ൽ നിന്നും 18 പോയി കഴിഞ്ഞാൽ 18 ആണ്. 18 + 4 എന്ന് പറയുന്നത് 2 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആരോഹണ ക്രമത്തിൽ എഴുതുക. തന്നിട്ടുള്ള സംഖ്യകൾ 3.5, 4, 4.2, 2.7. അപ്പോൾ ദശാംശ സംഖ്യകളും കൂടി തന്നിട്ടുണ്ട് ഓപ്ഷനിൽ അല്ലേ? നമുക്ക് നോക്കാം എന്താണ് ആരോഹണ ക്രമം, അവരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലോട്ട് പോവാണ് അല്ലേ? ചെറുതിൽ നിന്നും വലുതിലോട്ട് പോകുന്നതാണ് ആരോഹണ ക്രമം എന്ന് പറയുന്നത്. അവരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ജസ്റ്റ് അതുകൂടി ഒന്ന് പറയാം. വലുതിൽ നിന്നും ചെറുതിലോട്ട് പോകുന്നതാണ് അവരോഹണ ക്രമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരോഹണ ക്രമത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യയിൽ നിന്നും കണ്ടുപിടിക്കണം. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? തന്നിട്ടുള്ളതിൽ 2.7 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ 2.7 വരുന്ന ഓപ്ഷൻ നമുക്ക് എടുക്കാം, ബാക്കി എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ബിയും ഡിയും ഉണ്ട്. അതിൽ നമുക്ക് നോക്കുമ്പോൾ 3.5, ദെൻ 4 വരും. അത് കഴിഞ്ഞിട്ടാണ് 4.2 വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒറ്റയാന കണ്ടെത്തുക. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി, ഗ്യാനി സെയിൽ സിംഗ്, രാജീവ് ഗാന്ധി, മൊറാർജി ദേശായി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതെങ്ങനെ കിട്ടിയെന്നുള്ളത് നോക്കാം. അപ്പോൾ ഓപ്ഷൻ ബി ആവാനുള്ള കാരണം നമുക്ക് നോക്കാം. ഗ്യാനി സെയിൽ സിംഗ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ വ്യക്തികളും എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരാണ്. എന്നാൽ ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയാണ്. ഓക്കെ, അതാണ് ഒറ്റയാനായിട്ട് വന്നിരിക്കുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയാണ്.
ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ ആ വ്യക്തികളെല്ലാം മുൻ പ്രധാനമന്ത്രിമാരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രേണി പൂർണ്ണമാക്കുക. 3, 6, 18, 72, 360. നെക്സ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് 3 6 ആയതെന്ന് നോക്കാം. 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 6 കിട്ടിയത്. ഇനി നെക്സ്റ്റ് 18 എങ്ങനെയായി നോക്കാം. 6നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 18 കിട്ടി. നെക്സ്റ്റ് 18 എങ്ങനെ 72ആയി. 18നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 72 കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് 72 എങ്ങനെ 360ആയി നോക്കാം. 72നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 360 കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും. ഇവിടെ നോക്കുക, ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ 3 കൊണ്ട്, അത് കഴിഞ്ഞിട്ട് 4, അത് കഴിഞ്ഞിട്ട് 5 കൊണ്ട്. നെക്സ്റ്റ് എന്തായിരിക്കും, 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 360 ഇൻറ്റു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, 6 36, 6 3 18, 2 21, 2160 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വരിയിൽ മനോജ് മുന്നിൽ നിന്ന് 8-മതും വിനോദ് പിന്നിൽ നിന്ന് 7-മതുമാണ്. അവർ വരിയിലെ സ്ഥാനം പരസ്പരം മാറിയപ്പോൾ മനോജ് മുന്നിൽ നിന്ന് 15-മതായെങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വരിയിൽ മനോജ് മുന്നിൽ നിന്ന് 8-മതാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വരിയിൽ നിന്നും മുന്നിൽ നിന്നും 8-മതാണ് മനോജ് നിൽക്കുന്നത്. ആൻഡ് പിന്നിൽ നിന്ന് 7-മതാണ് വിനോദം തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നിൽ നിന്ന് എത്രയോ പോയിട്ടാണ് 7-മതാണ് വിനോദം തന്നിട്ടുണ്ട്. അവർ പരസ്പരം മാറി. അപ്പോൾ മനോജ് മുന്നിൽ നിന്ന് 15-മതായിട്ട് മാറി. മനോജ് മുന്നിൽ നിന്നും 15-മതായിട്ട് മാറി. ഓക്കെ, ഇവിടെയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ വരച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതൊന്നും വേണ്ട. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആകെ എണ്ണം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ മനോജ് മാറിയ സ്ഥാനം, അതായത് ഈ ക്വസ്റ്റ്യനിൽ മനോജിൻ്റെ മാറിയ സ്ഥാനവും അതുപോലെ തന്നെ വിനോദിൻ്റെ പുറകിൽ നിന്നുള്ള ആ പഴയ സ്ഥാനവും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അതായത് മനോജ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം, അതായത് മനോജ് മാറിയ സ്ഥാനം എത്രയാണ്, 15. അതിൻ്റെ കൂടെ വിനോദ് ആദ്യം നിന്ന സ്ഥാനം ഏതാണെന്ന് നോക്കുക. പുറകിൽ നിന്നും എത്രയാണ് നിന്നത്, 7-മത്തെ സ്ഥാനമാണ് അല്ലേ. അത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും 1 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 15ഉം 7ഉം 22ഉം അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 21 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ വരച്ച് കൺഫ്യൂഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. വരച്ചാലും നമുക്ക് കിട്ടും, ഫിഗർ വരച്ചാലും കിട്ടും. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അതായത് ആദ്യം ചെയ്യേണ്ടത് മാറിയ സ്ഥാനം എത്രയാണോ അതിൻ്റെ കൂടെ പുറകിൽ നിന്നുള്ള 2-മത്തെ ആളുടെ സ്ഥാനം ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും 1 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.